നമസ്കാരം. ഭസ്മം പൂശിയ വെള്ളി കെട്ടിയ ചൂരൽ വടി പീഠത്തിന്മേൽ കറുത്ത പട്ടിൽ വച്ച് ആരാധിക്കുന്ന ഒരു സങ്കല്പമാണ് കറുപ്പസ്വാമി. വളരെ ചുരുക്കമാണ്. കേരളത്തിൽ ഈ തമിഴ്നാടിനോട് ചേർന്ന് ഉള്ള ദേശങ്ങളിലെ കുടുംബങ്ങളിലാണ് കൂടുതൽ കാണപ്പെടുന്നത്. മറ്റേതെങ്കിലും രീതിയിൽ തമിഴ് ആചാര അനുഷ്ഠാനങ്ങളുമായിട്ട് ബന്ധമുള്ള കോവിലുകളിലോ കുടുംബങ്ങളിലോ കാണപ്പെടുന്നുണ്ട്. കറുപ്പസ്വാമിയുടെ പ്രതീകമായിട്ട് ആരാധിക്കുന്നത് എന്താണ്? വെള്ളി കെട്ടിയ ചൂരൽവടിയാണ്. എങ്ങനെയാണ്? തടിയുള്ള പീഠത്തിൽ, തടി കൊണ്ട് നിർമ്മിച്ച ഒരു പീഠത്തിൽ കറുത്ത പട്ടുതുണി വിരിച്ച് അതിന്മീതെ ഭസ്മം പൂശിയ വെള്ളി കെട്ടിയ ചൂരൽവടി വെച്ചിട്ടുണ്ടെങ്കിൽ അത് കറുപ്പസ്വാമിയുടെ ഉപാസനയാണ്. കറുപ്പസ്വാമിയുടെ ഉപാസന എന്ന് പറയുമ്പോൾ അത് വളരെ ആഴമേറിയ ഒരു ഘടകവും കൂടെ അതിലുണ്ട്. കറുപ്പസ്വാമി എന്ന് പറയുന്നത് 18 പടി കറുപ്പർ എന്നൊക്കെ അതിനെ വിശേഷിപ്പിക്കാറുണ്ട്. അയ്യപ്പസ്വാമിയുടെ അനുയായി വൃന്ദത്തിൽ വരുന്ന അതീവ ശക്തിയുള്ള ഒരു ദേവതാഭാവത്തിൽ കറുപ്പസ്വാമിയെ സങ്കല്പിക്കാറുണ്ട്. ധർമ്മശാസ്താവിൻ്റെ പരിവാരമൂർത്തികളിൽ ഒന്നായിട്ട് കറുപ്പസ്വാമിയെ സങ്കല്പിക്കാറുണ്ട്. അതേസമയം കറുപ്പസ്വാമിയുടെ ചില മന്ത്രങ്ങൾ പരിശോധിക്കുമ്പോൾ വളരെ പ്രധാനമായിട്ടുള്ള ഭൈരവ മന്ത്രങ്ങളിൽ കാണുന്ന ചില പദങ്ങൾ കറുപ്പസ്വാമിയുടെ മന്ത്രങ്ങളിൽ കടന്നു വരുന്നുണ്ട്. ഭൈരവ സങ്കല്പങ്ങൾ പലതുണ്ട്. അങ്ങനെ ഉള്ള അതിശക്തമായ ഭൈരവ സങ്കല്പങ്ങളിൽ ചില മന്ത്രങ്ങൾ ഉള്ളത്, അതിൽ കാണപ്പെടുന്ന പദങ്ങൾ ഭൂരിഭാഗവും കറുപ്പസ്വാമിയുടെ മന്ത്രങ്ങളിലും കാണാം. ചില മൂർത്തികൾ തമ്മിലുള്ള താരതമ്യം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത് പൂജാരിമാർക്ക്, പ്രത്യേകിച്ച് അവനവൻ ചെയ്യുന്നത് ആഴത്തിൽ പഠിച്ച് ചെയ്യുന്ന പൂജാരിമാർക്കറിയാം. പീഠപൂജാ മന്ത്രങ്ങളുടെ സമാനത നോക്കിയിട്ടാണ് മൂർത്തിയുടെ സാമാന്യത അറിയുന്നത്. പുറമെയൊന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റുകയില്ല. പക്ഷേ പീഠപൂജാ മന്ത്രങ്ങൾ ഒരുപോലെയാണെങ്കിൽ, ഇനി ചിലപ്പോൾ മൂർത്തി പൂജാ മന്ത്രങ്ങൾ ഒരുപോലെയാണെങ്കിൽ ആ ദേവതാ സങ്കല്പങ്ങൾ തമ്മിൽ ആഴത്തിൽ ഒരു ബന്ധമുണ്ടെന്ന് കണക്കാക്കാം. മൂലമന്ത്രമല്ല ഉദ്ദേശിക്കുന്നത്. മൂലമന്ത്രങ്ങൾക്ക് പുറമേ കൂടുതൽ വിസ്തരിച്ച് വരുന്ന പൂജാവിധാനമാണ് പീഠപൂജയും മൂർത്തി പൂജയും. അതിൻ്റെ അകത്ത് പലപ്പോഴും നൂറുകണക്കിന് മന്ത്രങ്ങളുടെ ഒരു ആവലി കാണാറുണ്ട്. 100-ലധികം മന്ത്രങ്ങൾ ഒരു കണ്ടിന്യൂറ്റി ആയിട്ട് പല പീഠപൂജാ മന്ത്രക്രമങ്ങളിലും കാണാറുണ്ട്. അപ്പൊ രണ്ട് ദേവതാ സങ്കല്പങ്ങളുടെ പീഠപൂജാ മന്ത്രങ്ങൾ ഒരുപോലെയാണെങ്കിൽ ആ മൂർത്തികൾ തമ്മിൽ അഭേദ്യമായ സമാനതകളുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ ഈ ഭൈരവസ്വാമിയുടെ ചില സങ്കല്പങ്ങളുടെ പൂജാമന്ത്രങ്ങൾക്ക് കറുപ്പസ്വാമിയുടെ പൂജാമന്ത്രങ്ങൾക്ക് ഒരു സമാനത കാണുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഭാരതത്തിൻ്റെ പ്രാചീന ശൈവ ആരാധനയുടെ ആഴമേറിയ തലങ്ങളിൽ കറുപ്പസ്വാമി സങ്കല്പം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ് പ്രാധാന്യമുള്ള കാര്യം. ഞാൻ ഈ പറയാത്ത ഒട്ടേറെ കാര്യങ്ങൾ ഇതിനു പുറമെ അതിൻ്റെ അകത്ത് അന്തർഭവിക്കും. ഈ കറുപ്പസ്വാമിയുടെ അനുഷ്ഠാനങ്ങൾ കുടുംബത്തിലുള്ളവർ ഏറ്റവും പരിശുദ്ധവും പ്രാധാന്യവുമായി അത് സംരക്ഷിക്കേണ്ടതാണ്. നമസ്കാരം.